ശ്രീയാൻറ്റോ പറയും. അല്ല, ഇന്ത്യയിൽ RSSനെതിരെയും ഇതൊക്കെ നമ്മുടെ കയ്യിലുണ്ട്, കയ്യിലേക്ക് വന്നാൽ അറിയാം, പറയൂ. ഇന്ത്യയിൽ RSSനെതിരെയും BJPക്കെതിരെയും സമരം നടത്തുന്നതും മുദ്രാവാക്യം വിളിക്കുന്നതും ശക്തമായി RSSനെതിരെ പോരാടുന്ന പാർട്ടി തന്നെയാണ് കോൺഗ്രസ്. അതിനൊന്നും ആർക്കും സംശയമില്ല. അതുപോലെ തന്നെയാണ് CPM-ഉം LDF-ഉം. CPI ആയാലും CPM ആയാലും കഴിഞ്ഞ പാർലമെൻറ്റ് ഇലക്ഷൻ സമയത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സമരം ഏതായിരുന്നു സമരം? അതിന് നേതൃത്വം കൊടുത്ത പാർട്ടി ഏതാ? അത് ആർക്കെതിരെയായിരുന്നു? കർഷക സമരത്തിന് നേതൃത്വം കൊടുത്ത പാർട്ടിയുടെ പേര് CPM എന്നാണെന്ന് എന്തേ മനസ്സിലാക്കാതെ പോകുന്നത്? ഈ BJPക്കെതിരെ ഒന്നും ചെയ്തിട്ടില്ല, RSSനെതിരെ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞ പാർട്ടിയാണ് കർഷക സമരം നയിച്ചത്, അല്ലേ? ആ കർഷക സമരത്തിൻ്റെ അകത്ത് എത്രയായിരുന്നു കോൺഗ്രസിൻ്റെ കോൺട്രിബ്യൂഷൻ? എന്തായിരുന്നു കോൺഗ്രസിൻ്റെ കോൺട്രിബ്യൂഷൻ? ഞാൻ പറയുന്നറിയോ, ശക്തമായ നിലപാട് CPM-ഉം കോൺഗ്രസും സ്വീകരിച്ചിട്ടുണ്ട്. ആർക്കതിൻ്റെ അകത്ത് സംശയം? ഒറ്റ കാര്യമുള്ളൂ. നിങ്ങൾ പറഞ്ഞ പോലെ 1991 ശേഷം കേരളത്തിലെ കോൺഗ്രസ് എന്താണ്, ഇന്ത്യയിലെ കോൺഗ്രസ് എന്താണ്, ഇന്ത്യയിലെ RSS എന്താണെന്ന് മനസ്സിലാക്കണം. ആ RSSന് 91 ശേഷം ഈ പറഞ്ഞ CPM നേരിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം പറ, RSSുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പറ. 91 ശേഷം ഞാൻ പറയുന്നത് 92 ഈ പറഞ്ഞ കോലി സഖ്യം പറയുന്ന സമയത്ത് ഈ പറയുന്ന നായനാർ സർക്കാർ അത് ഒരു വർഷം മുന്നേ അത് നിയമസഭയും പഞ്ചായത്ത് ലോക്കൽ ബോഡി ഇലക്ഷനുകൾ ഒന്നിച്ച് നടത്തി. ആത്മവിശ്വാസം കൂടുതൽ കൊണ്ടാണ് ഒന്നിച്ച് നടത്തിയത്. ആ സ്ഥലത്ത് കോൺഗ്രസും BJPയും ലീഗും പിന്നെ സംയുക്ത പിന്നെന്താണ് അന്തർധാര ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞത് BJP അല്ലേ പറഞ്ഞത്? അത് ക്ലാരിറ്റിയോട് എഴുതി വെച്ചില്ലേ? 2006 VD സതീശൻ ഈ പറഞ്ഞ ഗോവാദ്കറുടെ പിന്നെ ചിത്രത്തിന് മുന്നിൽ തെളിച്ചു എന്ന് പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? ഞാൻ പറയാം, അതുപോലെ ഒരു തെളിവെടുത്ത് നിങ്ങൾ കോൺഗ്രസിന് CPM-നെതിരെ പറഞ്ഞാൽ അംഗീകരിക്കാം. ഇന്നത് ഇങ്ങനെയല്ല എന്നുള്ളത്. ഞങ്ങൾ മാത്രമേ CPM-നെതിരെ അല്ലെങ്കിൽ RSSനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നു എന്ന് പറയുന്നതിൻ്റെ ഒറ്റ അജണ്ടയുള്ളൂ, ന്യൂനപക്ഷ വോട്ട് ഏകീകരിക്കണം എന്നുള്ളത് മാത്രമാണ്. അത് ക്ലാരിറ്റിയോടുകൂടി പറഞ്ഞാൽ മതി. ക്ലാരിറ്റിയോടുകൂടി അത് പാലക്കാട് സംസാരിക്കുന്നത് അങ്ങനെ തന്നെയാണ്. ന്യൂനപക്ഷ, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷ വോട്ടും ക്രിസ്ത്യൻ ന്യൂനപക്ഷ വോട്ടും ഞങ്ങൾക്ക് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ എന്ന് വിശ്വസിച്ച് സംസാരിക്കുകയാണ് പാലക്കാടാണ് സംസാരിക്കുന്നത്. ഞാൻ പറയുന്നറിയോ, ഈ പറഞ്ഞ 15 വർഷം മുന്നേ ഷാഫി പറമ്പിൽ തോൽപ്പിക്കുന്ന MLA-യുടെ പേര് CPM-ൻ്റെ MLA ഹിന്ദു MLA തന്നെയല്ലേ? അല്ലേ? അവിടെ അത് മുസ്ലിം പിന്നെ എന്താണ് സമുദായത്തിൽ നിന്ന് ഷാഫി പറമ്പിലാണ് തോൽപ്പിക്കുന്നത്. ഇപ്പോൾ എന്താണ് ഒരു മുസ്ലിം നാമധാരിയായ ഒരു പിന്നെ ഇടതുപക്ഷത്തിൻ്റെ MLA സ്ഥാനാർത്ഥി വരുന്ന സമയത്ത് ഇത്ര പ്രശ്നം എന്താ? അത് ഭിന്നിച്ചു പോകുമെന്ന് വിചാരിക്കുകയാണ്. ശക്തമായ മത്സരം ഞാൻ വേറൊരു കാര്യം പറയട്ടെ, ശക്തമായ മത്സരം കാഴ്ചപ്പെടുത്തുന്ന സ്ഥലത്ത് ഒന്നും ഈ പേടിക്കണ്ടെന്ന്. ഞാൻ ഈ പറയുന്ന രമേശ് പിഷാരടിനെ കുറച്ച് കാണുന്നൊന്നുമില്ല കേട്ടോ. രമേശ് പിഷാരടി അവിടെ ജയിക്കാൻ പറ്റി പ്രാപ്തിയുള്ള നല്ല സ്ഥാനാർത്ഥിയാണ്. എന്തിനാണ് അവിടെ RSSനെ കൊണ്ട് ചർച്ചയാക്കുന്നത്? എന്താ അങ്ങോട്ടുള്ള നേട്ടം? ആ പേരുണ്ടാക്കി കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാ? രമേശ് പിഷാരടി തോക്കുമെന്ന് വിചാരിച്ചിട്ടാ? അങ്ങനെ ഒരു ചിന്തയുണ്ടോ? രമേശ് പിഷാരടി തോക്കുമെന്നുള്ളൊരു ചിന്തയുണ്ടോ കോൺഗ്രസ്സിന്? ഇന്ന് അടൂർ പ്രകാശ് പറഞ്ഞൊരു കാര്യമുണ്ട്. എന്താ അറിയോ, ഈ പറയുന്ന കോന്നിയിൽ ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യാമെന്നും പാലക്കാട് BJPക്ക് വോട്ട് ചെയ്യുന്നതാണെന്ന് ഡീലിന്ന് അടൂർ പ്രകാശ്. അപ്പോൾ കോന്നിയിൽ ഓട്ടോമാറ്റിക് വിട്ടുകൊടുത്തോ? കോന്നിയിലെ സ്ഥാനാർത്ഥി തോക്കുമെന്ന് ഓൾറെഡി പ്രഖ്യാപിച്ചോ? ഏത് ലോജിക്ക്? ആ സ്ഥാനാർത്ഥിയുടെ അവസ്ഥ എന്താ? കോന്നിയിൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയുടെ അവസ്ഥ എന്താ? അടൂർ പ്രകാശ് എന്ന് പറഞ്ഞാൽ കോന്നിയുടെ മുൻ MLA, മുൻ മന്ത്രി, ഇപ്പോഴത്തെ MP പറയുകയാണ് ഇതാ CPM-ഉം കോൺഗ്രസും തമ്മിൽ CPM-ഉം BJPയും തമ്മിൽ ഡീലാണ്. ആ ഡീൽ പ്രകാരം പാലക്കാട് ശോഭാ സുരേന്ദ്രൻ ജയിപ്പിക്കുകയും കോന്നിയിൽ CPM കോൺഗ്രസ്സുകാരെ CPM-കാരെ ജയിപ്പിക്കാൻ തീരുമാനമായി എന്നുള്ളത് കോൺഗ്രസ് തീരുമാനിച്ചോ? കോന്നിയിൽ തോക്കാൻ തീരുമാനിച്ചോ? ഒരു ലോജിക്കും ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു മിനിറ്റ് പറഞ്ഞു വിളിക്കട്ടെ, എന്നെ സംസാരിക്കാൻ സമ്മതിച്ചില്ലല്ലോ, പറഞ്ഞു കംപ്ലീറ്റ് ചെയ്യട്ടെ. രണ്ടാമത്തെ കാര്യം എന്താ? തിരുവനന്തപുരത്ത് നിങ്ങൾ ഈ ശബരിനാഥനെ ഉപേക്ഷിച്ചോ? നിയമത്തെ കാര്യം ഞാൻ പറയുന്നത്. BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ മത്സരിക്കുകയാണ്. ഒന്നാം പിന്നെ A ക്ലാസ് മണ്ഡലത്തിൽ ആദ്യം ജയിക്കുമെന്ന് പറയുന്ന മണ്ഡലമാണ് നിയമം. തീരുമാനിച്ചോ? പാലക്കാട് നിങ്ങൾ തീരുമാനിച്ചോ? നിങ്ങൾ പറയുന്ന സ്ഥലങ്ങളാണല്ലോ പാലക്കാട്, മഞ്ചേശ്വരം, പാലക്കാട്, നേമം, വട്ടിയൂർക്കാവ്, ആ സ്ഥലങ്ങളെല്ലാം നിങ്ങൾ BJPക്ക് വിട്ടുകൊടുത്തോ? കഴക്കൂട്ടം വിട്ടുകൊടുത്തോ? ഒരു ലോജിക്കും ഇല്ലാതെ എന്തെങ്കിലും വിളിച്ചു പറയുകയാണ്. ഞാൻ പറഞ്ഞത് നിങ്ങൾ RSSനെ വളർത്താനാണ് ഉദ്ദേശിച്ചത്, വളർത്തിക്കോളൂ എന്ന്. RSSനെ ഇപ്പോൾ ആരാ കൊണ്ടുവരുന്നത്? ഡീൽ ആരോടെ മുന്നോട്ട് കൊണ്ടുവന്നത് എന്തിനാ? അതുകൊണ്ട് കിട്ടുന്ന ബെനിഫിറ്റ് ആർക്കാ? അത് കേരളത്തിൽ RSSനെ ചർച്ചയാക്കും, കേരളത്തിൽ BJPനെ ചർച്ചയാക്കും. ഇതുപോലും ആലോചിക്കുന്നില്ല.
ഇതുപോലും ആലോചിക്കുന്നില്ല. എന്നിട്ട് പറയാണ് ഞങ്ങൾ തോക്കുന്ന മണ്ഡലങ്ങളെല്ലാം LDF ജയിക്കാൻ പോവുകയാണ്, ആ ജയിക്കുന്ന മണ്ഡലങ്ങളെല്ലാം BJPയുടെ സപ്പോർട്ട് കൂടിയിരുന്ന പറയുന്നത്. അങ്ങനെ നടന്നിട്ടുണ്ടോ? ഇതേ ഡീല് പാലക്കാട് കഴിഞ്ഞ പ്രാവശ്യം ഈ പറഞ്ഞ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇലക്ഷൻ സമയത്ത് പറഞ്ഞു. അതിനകത്തൊരു 5000 വോട്ട് കുറഞ്ഞ് കാണിക്കാൻ പറ്റുമോ? 5000 വോട്ട് CPMന്റെ വോട്ട് കുറഞ്ഞോ? 5000 വോട്ട് BJPന്റെ വോട്ട് കുറഞ്ഞോ? കൃഷ്ണകുമാർ ആയിരുന്നല്ലോ ജയിച്ചേ, കുറഞ്ഞോ? അപ്പോൾ ഒരു ലോജിക്കും ഇല്ലാതെ എന്തോ ഡീൽ എന്തോ ഒറ്റ കാര്യമുള്ളൂ. കേരളത്തിൻ്റെ വികസന രാഷ്ട്രീയം ചർച്ച ചെയ്യാൻ പാടില്ല. കാരണം എന്താണ് പറയുന്നത്? നിങ്ങൾ RSSുമായിട്ട് ധാരണയിലാണ്. RSSുമായി ധാരണയിലാന്ന് പറഞ്ഞാൽ അതിന് മറുപടി പറയാൻ പാടില്ലേ? ധാരണയിലല്ല എന്ന് ബോധ്യപ്പെടുത്തേണ്ടതും കേരളത്തിലെ ജനങ്ങളെ വിശ്വസിപ്പിക്കേണ്ടത് ഇടതുപക്ഷ ജനാധിപത്യത്തിൻ്റെ ആവശ്യമാണ്. ആ ആവശ്യത്തിനാണ് പോയി തൊട്ടിട്ട് പറയുകയാണ് നിങ്ങൾ RSSുമായി ധാരണ ഉണ്ടാക്കിയിട്ടില്ല എന്നത്. അത് ഉണ്ടാക്കുന്നത് നിങ്ങളാണ് എന്നുള്ളതാണ് പിണറായി വിജയൻ പറയുന്നത്. അത് ഉണ്ടാക്കുന്നത് നിങ്ങളാണ്. അത് നിങ്ങൾ 91 കോലിബീര് നടത്തി, 2006 ഈ പറയുന്ന ഗോവാത്കയുടെ മുന്നിൽ പടത്തിന് മുന്നിൽ തിരിതെളിച്ചുകൊണ്ട് നടത്തി. അത് വ്യക്തമായ തെളിവാണ്. ഇത് തുടങ്ങി വെച്ചത് ആരാ? ഇത് തുടങ്ങി വെച്ചത് കോൺഗ്രസ് ആണ്. ഇതാണോ കേരളത്തിലെ രാഷ്ട്രീയം? മതേതര കേരളത്തിന് വേണ്ട രാഷ്ട്രീയം എന്ന് പറയുന്നത് ഡീൽ ആരോപണം മുന്നോട്ട് വെച്ചിട്ട് RSS മുന്നോട്ട് വെച്ചിട്ടുള്ള കാര്യങ്ങളാണോ ചെയ്യേണ്ടത്? ഇത് മനസ്സിലാക്കണ്ടേ? ഇത് കോൺഗ്രസ് അല്ലേ മനസ്സിലാക്കണ്ടേ? 2 സെക്കൻഡ് തിരക്കൂട്ടുണ്ട, 15 മിനിറ്റ് അങ്ങനെ സംസാരിച്ചു. അപ്പോൾ കേരളത്തെ സംബന്ധിച്ച് അതാണ് പ്രശ്നം. കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മതേതര ജനാധിപത്യ വിശ്വാസികൾ ഹിന്ദുവിനും ക്രിസ്ത്യാനിനും മുസ്ലിമിനും ഒക്കെ വൃത്തിയായി അവൻ്റെ വോട്ട് അവൻ്റെ ഇഷ്ടത്തിൽ ചെയ്യാനുള്ള സംവിധാനം കൊടുക്കണം. നിങ്ങൾ പാലക്കാട് സ്ഥാനാർത്ഥി വരുമ്പോഴത്തേക്ക് പേടിയാണ്. ആത്മവിശ്വാസത്തോടെ പറയാൻ പറ്റണം കോൺഗ്രസ് നേതാക്കന്മാർക്ക്, ഞങ്ങളുടെ സ്ഥാനാർത്ഥി രമേശ് പിഷാരടി പാലക്കാട് ജയിച്ചു വരും, നിങ്ങൾ എന്ത് തീരുമാനം എടുത്തോളൂ എന്ന് പറയണം. അതിനാണ് രാഷ്ട്രീയ മര്യാദ എന്ന് പറയുന്നത്. ഒരു മിനിറ്റ്, കോന്നിയിൽ ഇതാ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ജയിച്ചു വരും എന്ന് പറയാൻ പറ്റണം. ശബരിനാഥിനെ മുന്നിൽ നിർത്തിയിട്ട് പറയണം ശിവൻകുട്ടീനെയും ഈ പറയുന്ന രാജീവ് ചന്ദ്രശേഖരനെയും തോപ്പിച്ചിട്ട് ഞങ്ങളുടെ ഇദ്ദേഹം ജയിച്ചു വരും, ശബരിനാഥ് ജയിച്ചു വരും എന്ന് കോൺഗ്രസിന് പറയാൻ പറ്റണം. അവിടെയാണ് രാഷ്ട്രീയ ഇച്ഛാശക്തി എന്ന് പറയുന്നത്. അവിടെയാണ് നേതാക്കന്മാരുടെ തണ്ടേടെന്ന് പറയുന്നത്. അല്ലാതെ ഞാൻ തോക്കാൻ പോകുന്ന മണ്ഡലത്തിൽ മുഴുവൻ നിങ്ങൾ BJPയുടെ വോട്ട് മേടിച്ച് ജയിക്കും എന്ന് പറയുന്നത് അല്ല രാഷ്ട്രീയ തണ്ടേടം. അങ്ങനെയല്ല. സംശയം പറയാം, മറുപടി പറയാം. അങ്ങനെയല്ല കോൺഗ്രസ് അധികാരത്തിൽ 100 സീറ്റിന് മേലെ അധികാരത്തിൽ വരേണ്ടത്. നിങ്ങൾ ആത്മാർത്ഥതയോടുകൂടും സത്യസന്ധതയോടുകൂടി ഞങ്ങളുടെ വോട്ട് ഞങ്ങൾക്ക് ഒരെണ്ണം പോലും ചോരൂല, ഞങ്ങളുടെ നിലപാട് ഇതാണ് എന്നാ പറയുന്നത്. നേരത്തെ സ്മൃതി മാഡം വേറൊരു കാര്യം പറഞ്ഞല്ലോ, ഈ പറയുന്ന കോൺഗ്രസ് പിണറായി വിജയൻ രാഹുൽ ഗാന്ധിക്കെതിരെ എന്തോ പറഞ്ഞു, ശക്തമായ വർത്തമാനം, അതൊക്കെ ശരിയാണ്. പക്ഷേ രാഹുൽ ഗാന്ധി ആദ്യം പറഞ്ഞത് ആരാ? രാഹുൽ ഗാന്ധിയാ. ED എന്താ കോൺഗ്രസ് നേതാവ് ED എന്താ പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യാത്തത്? ED എന്താ കേസെടുക്കുന്നത്? ഈ ED രാഹുൽ ഗാന്ധിനെയും സോണിയാഗാന്ധിനെയും ഡൽഹിയിൽ 17 മണിക്കൂർ 24 മണിക്കൂർ ചോദ്യം ചെയ്തപ്പം നിലവിളിച്ച കോൺഗ്രസ് ഇവിടെ പറയാണ് എന്തുകൊണ്ട് പിണറായി വിജയനെ ചോദ്യം ചെയ്യുന്നില്ല, എന്തുകൊണ്ട് പിണറായി വിജയൻ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന് ചോദിക്കുന്നത് എന്ത് മര്യാദകേടാണ്. ഇതാണ് പറയുക ഇരട്ടത്താപ്പ്. എന്റെ നേരെ ED വരുന്ന സമയത്ത് അയ്യോ വരരുത്, ഞാൻ ഒരു തെറ്റും ചെയ്തില്ല, ഞാനാണ് ഈ ലോകത്തെ ഏറ്റവും മഹാനായ വ്യക്തി, വേറെ ഒരാളെ നീ ED വരുന്ന സമയത്ത് അറസ്റ്റ് ചെയ്യാവനെ, അവൻ കള്ളനാണ് എന്ന് പറയുന്ന ശൈലി എന്ത് തെളിവാണ് ഈ പറയുന്ന രാഹുൽ ഗാന്ധിക്കും ഈ പറയുന്ന കോൺഗ്രസിനും പിണറായി വിജയനെതിരെ ED അന്വേഷിക്കാനുള്ള തെളിവ് മുന്നോട്ട് വെച്ചിട്ടുള്ളത്? ഒരെണ്ണം പറ. അല്ല, അന്വേഷണം തുടങ്ങിയതൊക്കെ പാതി വഴി നിർത്തി. തെളിവില്ലാന്ന് കോൺഗ്രസ് വിചാരിക്കുന്നു. എന്നാൽ അത് മര്യാദയ്ക്ക് അത് ആർജവത്തോടുകൂടി കേരള ജനങ്ങളെ വിളിച്ചു പറയാൻ പറ്റണം. പിണറായി വിജയൻ ഈ തെറ്റ് ചെയ്തിട്ടുണ്ട്, ഇത് ED അന്വേഷിച്ച് പിടിച്ച് ജയിലിടണം, അല്ലെങ്കിൽ കോടതിയിൽ പോകണം. അതല്ലേ ചെയ്യേണ്ടത്. ഇതൊന്നും ചെയ്യാതെ ആദ്യം വന്നിട്ട് പിണറായി വിജയൻ ED അറസ്റ്റ് ചെയ്യണം, പിണറായി വിജയനെതിരെ ED കേസെടുക്കണം എന്ന് പറയുകയും ഞങ്ങൾക്കെതിരെ ED വരുന്ന സമയത്ത് ഞങ്ങൾ ഈ പറയുന്ന BJPക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്നുണ്ട്, ED ഞങ്ങൾ ആക്രമിക്കാൻ വരുന്നു എന്ന് പറയുന്ന ശൈലി ഏത് ശൈലിയാണ്? അതാണ് രാഹുൽ ഗാന്ധിനെയും ഈ പറയുന്ന സോണിയാഗാന്ധിനെയും ED അറസ്റ്റ് ചെയ്ത സ്ഥലം ED ചോദ്യം ചെയ്ത് വിളിച്ചപ്പോൾ കേരളത്തിലെ പിണറായി വിജയൻ പറഞ്ഞിരുന്നോ അവർ കുറ്റം ചെയ്തു, അവർ അറസ്റ്റ് ചെയ്യുമെന്ന് പറഞ്ഞോ? രാഷ്ട്രീയ മര്യാദ കാണിക്കണം. എന്നിട്ട് നിങ്ങളൊരു കാര്യം പറഞ്ഞത് ശരിയാണ്, കേരളത്തിലെ മതേതര ജനാധിപത്യ വിശ്വാസികൾക്കെല്ലാം RSSനെ എതിർക്കണം എന്നുള്ള പൊതുബോധമുണ്ട്.
അതില്ല എന്ന്, അത് മുഴുവൻ ഞങ്ങളാണ്, കോൺഗ്രസ്സുകാരാണ് അതിന് മുഴുവൻ നിലപാടെടുക്കുന്നതെന്ന് പറയുന്ന നിലപാടുണ്ടല്ലോ, അതാണ് ഇരട്ടത്താപ്പ്. ഈ തൃപ്പൂണിത്തറയിലെ നിങ്ങൾ ഒരു തൃപ്പൂണിത്തറയിൽ ഞാൻ ഒന്ന് ചോദിക്കട്ടെ, ഞാൻ കുറെ നേരം ചോദിക്കാൻ നിൽക്കുന്നു. തൃപ്പൂണിത്തറയിൽ BJP മത്സരിക്കാതെ അത് 2020 കൊടുത്ത എന്താണ്? ചോദിക്കട്ടെ, ഞാൻ പറയട്ടെ. 19 സീറ്റ് അതിനകത്ത് പറയട്ടെ. എന്റെ ചോദ്യം കേട്ടില്ലല്ലോ. ചോദ്യം കേട്ടില്ലല്ലോ. ഇല്ല, കേട്ടില്ല. ഇല്ല, അങ്ങനെ പറയാറില്ല. എന്റെ ചോദ്യമല്ല ഉത്തരം. ഇതെന്റെ ചോദ്യം ഉത്തരമല്ല. ഇല്ല, ഇത് കള്ളക്കളി. എന്റെ ചോദ്യം ഇതാണ്. ഈ ചോദ്യം, അതായത് നിങ്ങൾ എന്താണ്, നിങ്ങൾ അവിടെ മത്സരിക്കാതെ നിങ്ങൾ 2020 കൊടുത്തത് എന്താ CPM ചോദിക്കാത്തേന്നേ? അവിടുത്തെ ഉണ്ണികൃഷ്ണൻ എന്ന് പറഞ്ഞ CPM-ന്റെ സ്ഥാനാർത്ഥി ഉണ്ടല്ലോ, ഇവരൊന്ന് എന്ത് ഡീല് നടത്തിയാലും ഈസി ആയിട്ട് ജയിച്ചു വരുന്നുള്ള ബോധ്യമുള്ള പാർട്ടി CPM ആണ്. അതുകൊണ്ടാണ് ചോദിക്കാത്തത്. നിങ്ങൾക്കാണ് പേടി. മനസ്സിലായോ? കെ ബാബു എന്ന് പറയുന്ന ജയിച്ചുകൊണ്ടിരുന്ന കെ ബാബു തോൽപ്പിച്ച ആളുടെ നേറ്റിവിറ്റി കാർഡ് നിയമമായിട്ടില്ല, അത് ആക്ട് മാത്രമേ പാസ്സായിട്ടുള്ളൂ കേട്ടോ. അങ്ങയുടെ അറിവിലേക്കായി. ഇതെന്താണെന്നറിയോ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം സന്തോഷിക്കേണ്ട വിഷയമല്ല. അത് സംസ്ഥാനത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള പോരാട്ടമാണ്. അപ്പോൾ ആ ബിൽ നോക്കൂ, ആ നേറ്റിവിറ്റി ബില്ല് നിയമമായില്ലെങ്കിൽ, ഗവർണർ ഒപ്പിട്ടില്ലെങ്കിൽ അതിനെതിരെ നിന്ന് ശബ്ദിക്കേണ്ടവരാണ് നമ്മളെല്ലാവരും. അത് ഗവർണർ ഒപ്പിട്ടില്ലെന്ന് കരുതി അഭിമാനിക്കുകയല്ല വേണ്ടത്. 1 2 ഇതൊന്ന് കേട്ടോളൂ. അമിത്ഷാ, നരേന്ദ്രമോദി, ഇതൊന്നും അവർക്ക് പല താല്പര്യങ്ങളും ഉണ്ടാവും. ആ താല്പര്യം അവരുടെ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ നടപ്പാക്കുന്നുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ കൊലകൾ നടന്നു. മോദി എന്ന പേരെടുത്ത് വിമർശിക്കാൻ പിണറായി വിജയന് ഒരു ഭയവും കേരളത്തിന്റെ ചരിത്രത്തിലില്ല. അത് കിട്ടിയ സ്ഥിതിക്ക് പിണറായി പ്രധാനമന്ത്രിയായതിനു ശേഷം ശബരിമലയിലെ വിഷയങ്ങൾ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച് ഇടപെട്ട് തുടങ്ങിയ സമയത്ത് വന്ന പ്രതികരണമാണ്. ഞാനിത് ഒരെണ്ണം കിട്ടിയത് കാണിച്ചത്. 31 സമയമുണ്ടോ? ഞാൻ ഓരോന്നായിട്ട് കേൾപ്പിക്കാം. പാലക്കാട് കണ്ണൂര് കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് 2021 സമയത്ത് കണ്ണൂർ പിണറായി വിജയൻ ഈ പറയുന്ന അമിത്ഷാ ഒരു പ്രസംഗം നടത്തി, പിണറായി വിജയനെ വലിച്ചു താഴെയിടാൻ. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ആ മറുപടി പിന്നെ പിണറായി വിജയൻ പറഞ്ഞെന്താണെന്നറിയോ? പറഞ്ഞത് ആ വലിച്ചു താഴെയുള്ള തടി ആ വലിപ്പമുള്ള തടി അമിത്ഷായ്ക്ക് ഇല്ല എന്ന് പറഞ്ഞ ആള് പിണറായി വിജയൻ തന്നെയാണ്. ശരിയാണ്. അതിനുശേഷം ആ തടി കാണാൻ വേണ്ടി കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഇന്നത്തെ നമ്മുടെ ചർച്ചയുടെ പ്രധാന അടിസ്ഥാനം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി ചോദിച്ച ചോദ്യമാണ്. എന്താണ് ചോദ്യം? 2006 VD സതീശൻ ഗോൾവാൾക്കറുടെ ജന്മശതാബ്ദി പരിപാടിയിൽ പങ്കെടുത്തു. അതെന്തിനു വേണ്ടിയാണ് പങ്കെടുത്തത്? ആ ചോദ്യത്തിനുള്ള ഉത്തരം ഒരു ചോദ്യത്തിനെങ്കിലും ഉത്തരം പിണറായി വിജയൻ പറഞ്ഞിട്ടാണെങ്കിൽ ഈ കാര്യം പറഞ്ഞാൽ ന്യായമുണ്ട്. ഒറ്റ ചോദ്യത്തിന് മറുപടി വരട്ടില്ല. Meet the editors.